ശ്രീകൃഷ്ണന്റെ അടുത്ത് നിൽക്കുന്ന ഒരു കന്നേലി ഇനമായത്. തിരുപ്പതി ക്ഷേത്രത്തിൽ ശരിക്കും ഈ പശുക്കൾ ധാരാളമുണ്ട്. ഇതിന്റെ നെയ്യ് കൊണ്ടാണ് അവിടെ ഈ ലഡു ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കൊളസ്ട്രോളിന്റെ ഒക്കെ ട്രബിൾ ഉള്ളവർക്കൊക്കെ ഇതിന്റെ പാല് കഴിക്കാവുന്നതാണ്. ഒരു 140 രൂപ പെർ ലിറ്ററിന് വിലയുണ്ട്. അതുപോലെ ഇതിന്റെ നെയ്ക്ക് ഭയങ്കര ഡിമാൻഡായി. 7500 രൂപയൊക്കെയാണ് ഒരു കിലോയ്ക്ക് വില. ഇവർക്ക് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വരാറില്ല. ചൂടിനെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഇനമാണ്. അതുപോലെ തന്നെ ഉണങ്ങിയ സാധനങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ഈ വൈക്കോലിപ്പ് കരിയിലൊക്കെ ആണെങ്കിലും നമ്മൾ വേനൽക്കാണെങ്കിൽ അത് അടിച്ചു കൂട്ടുന്ന കരികൾ കൊടുത്താലും അതും തിന്നും. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഒരു കന്നുകാലി ഇനമാണ്. ഇതിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വളരെ ലക്കിയാണ്. അതിന്റെ കാരണം ഇതൊരു 1% അങ്ങനെ വൈറ്റ് വെച്ചൂരുണ്ടാവും. ഒരു വീടിന്റെ അടുക്കളയിലും സിറ്റ് ഔട്ടിലും ഒക്കെ ആയിട്ട് കുറെ കുട്ടി കുട്ടി പശുക്കൾ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ആ വീട്ടിലാണുള്ളത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പൊങ്ങന്നൂർ പശുവിന്റെ വിശേഷങ്ങൾ അറിയാം. അങ്കിളെ പേര്? രാജു സി ഗോപാൽ. അജിത. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് പോകുന്നുണ്ടായിരുന്നു ഈ വീട്ടിലെ ഒരു വീഡിയോ. പശുക്കള് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ് വീടിന്റെ അകത്തൊക്കെ. സാധാരണ നമ്മൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പശുക്കളെ തൊഴുത്തിൽ മാത്രം പരിപാലിച്ച് പോരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ അടുക്കളയിലും സിറ്റ് ഔട്ടിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന കുറെ വീഡിയോസ്. അപ്പോ അതെന്താ അങ്ങനെ നിങ്ങളെ പശുക്കൾ അങ്ങനെ വളർത്തുന്നത്? ഇത് പൊങ്ങന്നൂർ വിഭാഗത്തിലുള്ള പശുക്കളായതുകൊണ്ടാണ്. ജനറ്റിക് സ്വഭാവം അത് ഈ ആന്ധ്രാപ്രദേശിലെ പശു. ആന്ധ്രാപ്രദേശിലെ പൊങ്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കന്നുകാലി ഇനമാണ്. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഒരു കന്നുകാലി ഇനമാണ്. അവിടെ അവർ വളരെ പെറ്റായിട്ടെന്ന് പറഞ്ഞാൽ പരിക്കകത്ത് കടക്കയിലും ഒക്കെ കയറി. അതുകൊണ്ട് അതിന്റെ ഒരു ജനറ്റിക് സ്വഭാവമാണ്. ഈ പൊങ്ങന്നൂർ പശുക്കളാണെന്നുണ്ടെങ്കിലും തൊഴുത്തിൽ വളർത്തുന്ന ആൾക്കാരെ നമുക്കറിയാം. അല്ലെങ്കിൽ ഇപ്പം വീടിന്റെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ വൃത്തിയുടെ കുറച്ച് കുഴപ്പങ്ങൾ കൊണ്ടിട്ട് വീടിന്റെ അകത്തേക്ക് കയറ്റാത്ത ആൾക്കാരെ നമുക്കറിയാം. പക്ഷെ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അവർക്ക്. ശരിക്കും നല്ല നല്ല സ്നേഹം. ഇപ്പൊ ഈ മക്കൾക്കുള്ള സ്നേഹം പോലെ തന്നെ ഇവർക്കും അങ്ങനെ തന്നെയാ. ഇപ്പൊ അവധിക്കാലത്താണ് ഈ മക്കൾ ഇവിടെ വന്നത്. പക്ഷെ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ ഇവരാ. അത്ര ഇങ്ങനെ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. ഇത്തിരി നമുക്ക് എന്തെങ്കിലും ഒരു മാനസികമായിട്ടൊരു ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ അടുത്ത് വന്നാലുണ്ടല്ലോ നമ്മുടെ ആ ഒരു ഫീലേ മാറിപ്പോവും. അത് വലിയൊരു കാര്യം തന്നെയാ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം സാധാരണ നാടൻ പശുക്കളെ വളർത്തുന്ന പോലെ അല്ല പൊങ്ങന്നൂർ പശുക്കളെ വളർത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്നതൊക്കെ. മെയിന്റനൻസ് കുറവാണ് ഇവർക്ക്. മെയിന്റനൻസ് തീരെ. പിന്നെ പേര് വിളിച്ചാൽ എല്ലാവർക്കും പേരുണ്ട്. പേര് വിളിച്ചാൽ എവിടെയാണെങ്കിലും ഓടി വരും. അതുകൊണ്ട് അങ്ങനെ കെട്ടിയിട്ടില്ലേലൊന്നും കുഴപ്പമില്ല. കുറച്ചുകൂടി ഫ്രണ്ട്ലി ആണ്. മറ്റേ നേരെ മറിച്ച് ഇവിടെ ഞങ്ങൾക്ക് വേറെ വെച്ചൂരുണ്ട്, കാസർഗോഡ് ഉള്ളനുണ്ട്, കാസർഗോഡൻ കപിലയുണ്ട്. അതിനൊന്നും ഇത്രയും ഒരു നമ്മളോടൊരു അറ്റാച്ച്മെന്റ് ഇല്ല. അതൊക്കെ കുറച്ച് അഗ്രസീവാണ്. പ്രത്യേകിച്ച് നിങ്ങളെ പോലെ പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ അവരന്നേരം പിൻവലിയും. ഇത് പക്ഷെ ആര് വന്നാലും അതെ ഭയങ്കര ഫ്രണ്ട്ലി ആവുന്നുണ്ട്. നമ്മളിപ്പോ വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഒരു പാൻറ്റി അത് കാണിച്ചും തന്നു. ബാക്കിയുള്ള പശുക്കൾ ഇങ്ങനെ ബാക്കിലേക്ക് മാറുന്നുണ്ട് പേടിച്ചിട്ട്. സാധാരണ അവരിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒരു കുഴപ്പമില്ലാതെ പെരുമാറുന്നുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഈ പൊങ്ങന്നൂർ പശുക്കളെ കൊണ്ടുവരാന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ പൊങ്ങന്നൂർ പശുക്കളെ വളർത്താന്നുള്ള രീതിയിലേക്ക് എത്തിയത്? അത് ഞങ്ങൾക്കൊരു വൈറ്റ് വെച്ചു. ഞങ്ങൾക്ക് ആദ്യം ഒരു കാസർഗോഡ് കുള്ളനായിരുന്നു, ഡാർഫായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു വെച്ചൂര് ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ വഴി ഒരു വെച്ചൂര് കുത്തി വെച്ചപ്പം ഒരു പ്രാവശ്യം ഒരു വൈറ്റ് വെച്ചൂരുണ്ടായി. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെറ്റനറി ഡിപ്പാർട്ട്മെന്റിൽ മൃഗാശുപത്രിയിൽ നിന്ന് അവർക്ക് പോലെ മാറിപ്പോയതായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ അങ്ങനെ അത് ഇച്ചിരി വലുതായപ്പോഴാണ് ഈ തൊടുപുഴയിൽ നിന്നൊരു വെറ്റനറി ഡോക്ടർ ഇവിടെ വന്നു പശുവിന്റെ എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി. അപ്പൊ ഈ ഡോക്ടർ ഇതിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വളരെ ലക്കിയാണ്. അതിന്റെ കാരണം ഇതൊരു 1% അങ്ങനെ ഈ വൈറ്റ് വെച്ചൂരുണ്ടാവും. ഇതിനെ ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കണ്ടാലും നല്ല ക്യൂട്ടാണ്. ഇവിടെ നിൽക്കുന്നതല്ല ഈ കറവയുള്ളതും അപ്പുറയുള്ളത് കറവയില്ലാത്ത ഭാഗത്താണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെപ്പം ഈ കൂടെ കാണാത്തത്. അപ്പൊ ആ വൈറ്റ് വെച്ചൂര് വലുതായപ്പം ഇവിടെ ഈ വെറ്റനറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ റിട്ടയർ ചെയ്ത ഒരു വേണുഗോപാൽ സാറ് അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഇനമുണ്ട്. അന്നാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. ഈ പൊങ്കനൂർ എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അതിന് ഈ വൈറ്റ് വെച്ചൂരിനോട് ഭയങ്കര സാമ്യമുള്ളതാണ്. അദ്ദേഹം തമിഴ്നാട് വഴി എങ്ങാണ്ട് ഇതിന്റെ ഒരു സെമൻ കൊണ്ടുവന്ന് ഇതിനെ ഇൻസെമിനേറ്റ് ചെയ്താൽ ഈ പൊങ്കനൂരിനോട് 80% എങ്കിലും സാമ്യമുള്ള കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളിത് ആദ്യം കേൾക്കുന്നതും. അപ്പോൾ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ സാറുമായിട്ട് നല്ല പരിചയമുള്ള ആയിരുന്നുകൊണ്ട് സാറിനോട് അങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞ് അങ്ങനെ ഇൻസെമിനേറ്റ് ചെയ്താണ് ഈ നമുക്ക് പരിചയപ്പെടാൻ ഇടവന്നത്. ഇപ്പൊ ആന്റി ഇവ സംസാരിച്ചപ്പോഴത്തേനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഇവരാണ് മക്കള് എന്നുള്ളത്. അപ്പൊ ഈ പശുക്കളെ വളർത്താൻ തുടങ്ങിയത് രണ്ടുപേരും കൂടെ എന്താ പറയാ ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട്
കുറച്ച് ഒഴിവ് സമയങ്ങളൊക്കെ ഇരിക്കുമ്പോ നോക്കാനും പരിപാടികൾ അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കൃഷിക്ക് ആവശ്യത്തിനുള്ള ചാണകം കിട്ടണം. അങ്ങനെയായിരുന്നു ഇത് ശരിക്കും. അങ്ങനെയാ ആദ്യം തുടങ്ങുന്നത്. നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം ഞങ്ങള് പെൻഷൻ ആയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് സാധാരണ പെൻഷൻ ആയി കഴിയുമ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്കൊരു സ്വാഭാവികതയുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചായിരുന്നു കൃഷിയാണ് ഇനി ഭാവി. അപ്പൊ ഞങ്ങള് റബ്ബറൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തെ റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് റംബുട്ടാൻ കൃഷി ചെയ്തു തുടങ്ങി. അപ്പൊ റംബുട്ടാന് അന്ന് പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന്, അന്ന് നമുക്ക് പശുക്കൾ ഒരു പൂച്ച പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരായിരുന്നുകൊണ്ട് വീട് അടച്ചിട്ടിട്ടായിരുന്നു പോകുന്നത്. അപ്പം ജന്തുക്കളെ ഒന്നൊക്കെ വളർത്തിയ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു പൂച്ച പോലും ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ജന്തുക്കളൊന്നും ഇല്ലാതിരുന്നാലും പശു ഒന്നും ഇല്ലാതിരുന്ന കാരണം ചാണകം ഇതിനിടാനായിട്ട് അത്യാവശ്യമായതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ പലരും കൂടി ലോറിക്ക് ചാണകം ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു മാർട്ടിൻ സാർ എന്ന് പറയുന്ന ഒരു കൃഷി ഓഫീസർ പറഞ്ഞു, ഇത് വെറുതെ നിങ്ങൾ മിയർ വേസ്റ്റ് ആണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതിനകത്തെ ബാക്ടീരിയ മുഴുവൻ ഡെഡ് ആയത് അവരിങ്ങനെ വെയിലത്തിട്ട് ഉണങ്ങിയ ചാണകമാണ്, അതുകൊണ്ട് ഒരു ചെറിയ പശുവിനെ മേടിക്കാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങ് നിർബന്ധിച്ചത് കാരണമാണ് ഞങ്ങൾ ചെറിയ പശുവിനെ മേടിക്കാനായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം അന്ന് വെച്ചൂരിന്, അതായത് 2013 ഞങ്ങൾ ഞാൻ പെൻഷനാകുന്നത്, 2013 വൈഫ് പെൻഷനാകുന്നത്. ആ കാലഘട്ടത്തിൽ ഈ വെച്ചൂരിനെ അന്വേഷിച്ചപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ടാണ് അത്ര ഭയങ്കര ഒരു വില അന്നുണ്ടായിരുന്നത്. ഇല്ല, അന്വേഷിച്ച നമ്മള് എത്രയിടത്ത് അന്വേഷിച്ചാലും ഇല്ല, സാധനം ഇല്ല. പക്ഷെ അതിന്റെ പാലിനൊക്കെ ഒരുപാട് ഗുണമുണ്ട്. പാലിനുണ്ട്, ചാണകത്തിനും ഗുണം ചാണകത്തിന് ഗുണമുള്ളതുകൊണ്ടാണ് അതിനെ അന്വേഷിച്ച് നടന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങള് അതിനെ കിട്ടാണ്ട് വന്നപ്പോഴത്തേക്കും വെച്ചൂരെന്നുള്ള മോഹം ഉപേക്ഷിച്ചിട്ട് ഒരു കാസർഗോഡൻ ഡാർഫ്, അതാണ് കുറച്ചുകൂടെ വില കുറച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഒരു 45,000 രൂപ കൊടുത്ത് ഒരു കാസർഗോഡൻ ഡാർഫിനെ മേടിച്ചുകൊണ്ട് വന്നു. അത് ഞങ്ങളുമായിട്ട് വളരെ ഇണങ്ങിയത് കാരണം അതിനെ നമുക്ക് പിന്നെ ഒരിക്കലും കൊടുക്കാനും തോന്നില്ല. ഇപ്പം പ്രായമായെങ്കിലും അത് ഇപ്പോഴും ഈ തൊഴുത്തിലുണ്ട്. അതിന് ഇങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി വെച്ചൂരൊക്കെ കുത്തിവെച്ച് അതിന്റെ തലമുറയായിട്ടാണ് ഇപ്പോൾ ഒരു 10-13 എണ്ണം ഉണ്ട്. ചാണകത്തിന്റെ പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ ചാണകം പുറത്തുനിന്ന് മേടിക്കുവാണെങ്കിൽ അത് വെയിലത്തിട്ടുണങ്ങിയ ചാണകമായിരിക്കും. അത് തന്നെയല്ല, ഈ ഹൈബ്രിഡ് പശുക്കളുടെ ചാണകമായിരിക്കും നമുക്ക് മേടിക്കാൻ കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള പശുക്കൾ വളരെ റെയറാണ്. അപ്പോൾ ഈ പശുക്കളുടെ 100 ഗ്രാം ചാണകത്തിനകത്ത് 300 മുതൽ 500 കോടി ഈ റൈസോ ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ ചെടിക്ക് ശരിക്കും വളങ്ങൾ വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ചെടിയുടെ വേരുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രയോജനകാരികളായ കുറച്ച് ബാക്ടീരിയകൾ, റൈസോ ബാക്ടീരിയകൾ എന്ന് പറയും. അങ്ങനെ റൈസോ ബാക്ടീരിയകൾ ഇതായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേണം. ആ പ്രയോജനകാരികളായ ബാക്ടീരിയകൾ ഇതിന്റെ ചാണകത്തിനകത്ത് 300 മുതൽ 500 കോടി വരെ ബാക്ടീരിയകളുണ്ട്. ഹൈബ്രിഡ് പശുക്കൾക്കാണെങ്കിൽ അത് 70 ലക്ഷം 80 ലക്ഷം അങ്ങനെ. അപ്പൊ അത്രമാത്രം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ചാണകവും ഇതിന്റെ മൂത്രവും ഞങ്ങൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ റംബുട്ടാനൊക്കെ അതിന്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഈ ജൈവ രീതി തന്നെ വളർത്തുമ്പം ഇതിന്റെ ചാണകം ഉപയോഗിച്ച് അതിന്റെ മൂത്രം ഉപയോഗിച്ച് ജീവാമൃതം ഉണ്ടാക്കി ഒഴിക്കുവാണെങ്കിൽ നമ്മൾ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ചെടികൾ രാസവളം ഇടുന്നേക്കാളും ഒക്കെ നല്ല ഭംഗിയായിട്ട് വളരും. 3-ാം ദിവസം ചെടിയുടെ വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത്ര വ്യത്യാസം വരും ജീവാമൃതം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ. ഈ ഭാവിയിൽ ഇപ്പം പലയിടത്തും ഇപ്പം ഈ കഴിഞ്ഞ ദിവസമൊക്കെ പല കൃഷി മാസികയിലും കണ്ടായിരുന്നു ഇതിന്റെ ചാണകം ഒക്കെ 100 രൂപ കിലോയ്ക്ക്, 50 രൂപയ്ക്കും 100 രൂപയ്ക്കും ഇടയ്ക്ക് അത് മെഷീൻ ഉപയോഗിച്ച് ഉണങ്ങി പൊടിച്ച് പാക്ക് ചെയ്ത് അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം കൃഷി ഇച്ചിരി വ്യാപകമായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പുറത്ത് കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ, ഞങ്ങൾ പെൻഷനായി പിന്നെ ഞങ്ങളിവിടെ LPG ഗ്യാസ് മേടിച്ചിട്ടേ ഇല്ല. ഇതിൻ്റെ തന്നെ ബയോഗ്യാസ് ഉണ്ടാക്കിയ ബയോഗ്യാസും കൊണ്ടാണ് മൊത്തം പാചകവും എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നത്. കുറേ മിച്ചം വരുന്നത് ഞങ്ങൾ വൈകുന്നേരം കുറച്ച് ചൂടുവെള്ളത്തിലൊന്നും കുളിക്കുന്ന ശീലം ഇല്ലെങ്കിൽ പോലും കുറച്ച് വെള്ളം ഉണ്ടാക്കി ഈ ഗ്യാസ് കുറേ നേരം അതിനകത്ത് നിന്നാൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് ഇത് ഡൈജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ചാണകം പുറത്തേക്ക് വരും. ഇപ്പോൾ ഒരു 10-40 ദിവസം ഇതിനകത്ത് ഈ സ്ലറി ടാങ്കിനകത്ത് ഈ ചാണകം കിടന്നാണ് ശരിക്കും ഡൈജഷൻ ആകുന്നത്. അങ്ങനെ ആ ചാണകം ഞങ്ങൾ ആ ജീപ്പയിൽ ഒരു വീപ്പ വെച്ച് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് ചെടിയുടെ ചോട്ടിൽ കൊണ്ടായി ഒഴിക്കും. അപ്പോൾ ചെടിയുടെ നമ്മുടെ തോട്ടത്തിൽ എല്ലായിടത്തൂടെ ഈ വണ്ടി പോകാവുന്ന പോലെ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ കുറച്ച് ഇതിൻ്റെ പച്ച ചാണകത്തിനാണ് ഈ ബാക്ടീരിയ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ സ്ലറി ഒഴിക്കുന്നതോടൊപ്പം ഒരു ബക്കറ്റ് അതിൻ്റെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ചാണകം കൂടെ കൊണ്ടിടും. അത് ഈ ബാക്ടീരിയ ഒന്ന് ചെടിക്ക് നന്നായിട്ട് മണ്ണിൽ ഉണ്ടാവാൻ വേണ്ടി കൂടെ കൂടിയാണ്. നമ്മൾ ഇതിന്റെ പാലൊന്നും കൊടുക്കുന്നൊന്നുമില്ല. പാല് നമ്മുടെ ആവശ്യത്തിന് കറന്നെടുത്തിട്ട് ബാക്കിയുള്ളത് ഈ കിടാക്കളെ കുടിപ്പിക്കുക. അതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടും നല്ല നിൽക്കുന്നത്. സാധാരണ എല്ലാരും ഈ പശു വളർത്തുന്നത് തന്നെ ചാണകത്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ടാരും അധികം അങ്ങനെ വളർത്താറ് കുറവായിരിക്കും. വളർത്തുന്നവരുണ്ട് ഉണ്ട്, പക്ഷെ പാല് എടുക്കുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ആളുകൾ അത് വളർത്തുക. ചാണകത്തിന് വേണ്ടിയിട്ട്. അതെ.
പാല് വിറ്റ് വിറ്റ് പൈസ ഉണ്ടാക്കാന്നുള്ളതാണ് ഇത്. പക്ഷെ ഈ പൊങ്ങന്നൂർ പശുക്കൾക്ക് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പാല് വളരെ പാല് കുറവായിരിക്കും കുറവാണെങ്കിലും വേറൊരു കാര്യം ഉള്ളത് എന്നാന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇപ്പം പാല് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അങ്ങനെ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. പല ഈ പ്രത്യേകിച്ചും ചില ഈ കൊളസ്ട്രോളിന്റെ ഒക്കെ ട്രബിൾ ഉള്ളവർക്കൊക്കെ ഇതിന്റെ പാല് കഴിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ചിലർ അന്വേഷിച്ച് വരാറുണ്ട്. നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു 140 രൂപ പെർ ലിറ്ററിന് വിലയുണ്ട്. മറ്റേ പാലിന്റെ ഒരു 3-4 ഇരട്ടി വിലയുണ്ട്. അതിന്റെ ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ബീറ്റാകാസിൻ എന്ന് പറയുന്ന ഒരു മാംസ്യമാണ് ഇതിന്റെ പാലിനകത്തുള്ളത്. അത് എളുപ്പം ദഹിക്കുന്ന ഒരു മാംസ്യമാണ്. അപ്പൊ അത് ഈ കൊളസ്ട്രോളിന്റെ ഒക്കെ ട്രബിൾ ഉള്ളവർക്കും ഇതിന്റെ പാല് കഴിക്കും. അതുപോലെ ഇതിന്റെ നെയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഇതിന്റെ നെയ്ക്ക് ഇപ്പൊ ഈയിടെ കഴിഞ്ഞ ദിവസം പേപ്പറിൽ കണ്ടുപോയി 7500 രൂപയൊക്കെയാണ് ഒരു കിലോയ്ക്ക് വില. നമ്മള് അത് നെയ്യ് ഇവർക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ വേറെ വലിയ ഒരു വല്ല മെഡിസിനൽ പർപ്പസിനൊക്കെ അത്യാവശ്യമായിട്ട് ചോദിച്ചാൽ 3000 രൂപയ്ക്കാണ് ഇതിന്റെ നെയ്യ് കൊടുക്കുന്നത്. ഇതിന്റെ നെയ്യ് വളരെ കൂടുതലുണ്ട്. മറ്റേ പശുവിനേക്കാൾ ഒരു പ്രത്യേകതയുള്ള എന്താണെന്ന് വെച്ചാൽ സാധാരണ പശുക്കൾക്ക് അതിന്റെ ഒരു ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് 3.5 ആണ് മാക്സിമം. ഇതിന് ആ സ്ഥാനത്ത് ഈ പൊങ്കനൂരിന് 8% ഉണ്ട്. അത്രയും കൂടുതലുണ്ട്. ഈ തിരുപ്പതി ക്ഷേത്രത്തിൽ ശരിക്കും ഈ പശുക്കൾ ധാരാളം ഉണ്ട്. ഇതിന്റെ നെയ്യ് കൊണ്ടാണ് അവിടെ ഈ ലഡു ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ട് വെച്ചൂർ പശുക്കളുടെ നെയ്യിനെക്കാട്ടിലും കുറച്ചുകൂടി ഈ സാധാരണ നമ്മളിപ്പോ ഈ ഇടയ്ക്കായിട്ടാണ് അത് കേട്ടിട്ടുള്ളത്. പണ്ടൊക്കെ പാല് കുടിക്കുന്നൊക്കെ പറയായിരുന്നു. ഇപ്പൊ പാലധികം കുടിക്കരുതെന്നാ പറയുന്നത്. വളരെ കറക്റ്റാ. അതിന്റെ കാരണം എന്നാണെന്ന് വെച്ചാൽ അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഞങ്ങളുടെ ഈ ഇവിടുത്തെ ഒരു വെച്ചൂർ പശുവിന് ക്ലാവുണ്ടായിരുന്നു. ഉണ്ടായപ്പോൾ തൊട്ട് പാല് മാത്രം കുടിക്കുന്ന ആ സമയത്ത് ഒരു 3-4 ദിവസം ആയപ്പോൾ തൊട്ടേ അതിന് ഭയങ്കര വയറ്റിൽ നിന്ന് ഒഴിച്ചില്ല. അപ്പൊ ഞങ്ങള് പശുക്കുട്ടി അങ്ങ് മെലിഞ്ഞു 2 വയസ്സാകുന്നതിന് മുമ്പേ പ്രസവിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ പെട്ടെന്ന് മതിലക്ഷണം കാണിക്കും. ഇങ്ങനെ നല്ലപോലെ പാല് കുടിച്ച് വളരുന്നതാണല്ലോ. അപ്പൊ പെട്ടെന്ന് തന്നെ മതിലക്ഷണം കാണിക്കാം. അപ്പൊ 2-3 പ്രാവശ്യം മതിലക്ഷണം കാണിച്ചപ്പോൾ മൃഗാശുപത്രി എന്ന് പറഞ്ഞു കുത്തിവെപ്പിച്ചോ, കുഴപ്പമില്ല, അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ കുത്തിവെപ്പിച്ചോ, പ്രായമായില്ലേലും സാരമില്ല, വളർന്നോളും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ കുത്തിവെപ്പിച്ചു. 2 വയസ്സാകുന്നതിന് മുമ്പേ ആ പശുക്കുട്ടി പ്രസവിച്ചം കഴിഞ്ഞപ്പോ അതങ്ങ് ക്ഷീണിച്ചു പോയി. മൃഗാശുപത്രി ചെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു കുറച്ച് ഈ ഫീഡ് ആർട്ടിഫിഷ്യൽ കാറ്റിൽ ഫീഡ് ഉണ്ടല്ലോ, അത് കൂടെ കുറച്ച് ഫീഡ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഫീഡ് ഇതിന് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അതിന് വലിയ ഇഷ്ടമാണ്. ഫീഡ് നന്നായിട്ട് കഴിക്കുകയും ചെയ്യും, പാലും കൂടുതലുണ്ട്. അപ്പൊ പശു നന്നാവുകയും ചെയ്യുമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ക്ലാവിന് എന്നും ഇങ്ങനെ വയറ്റിൽ നിന്ന് ഇങ്ങനെ ഒഴിച്ചില്ല. അപ്പൊ ഞങ്ങൾ മൃഗാശുപത്രി ചെന്ന് മരുന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ 2-3 ദിവസത്തേക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ മരുന്ന് നിർത്തുമ്പോൾ പിന്നെയും ഇത് തന്നെ. നമ്മള് സ്വന്തം മരുന്ന് കൊടുക്കും. അന്നേരം ഇത് തന്നെ, അന്നേരം കുറയും, പക്ഷെ പിന്നെ വ്യത്യാസം. അപ്പൊ ഈ അറക്കുളത്തെ ഒരു വെറ്റിനറി ഡോക്ടറെ ഞങ്ങളുടെ സ്റ്റുഡന്റാ. അപ്പൊ ഈ പൊങ്ങനൂരിനെ കാണാനായിട്ട് ഇവിടെ ഒരു ദിവസം വന്നപ്പോ അതിന് ചാണകം കണ്ടേ ചോദിച്ചു, ഇതിന് മറ്റേ ഈ ആർട്ടിഫിഷ്യൽ ഫീഡ് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് നിർത്താൻ പറഞ്ഞു. അത് നിർത്തിയത് ഈ ക്ലാവിന്റെ വയറ്റിൽ നിന്ന് ഒഴിച്ചിലും കൊടുക്കും. അപ്പൊ ഒന്ന് വിചാരിച്ചു നോക്കിയാൽ നമ്മൾ കഴിക്കുന്ന പാലിനകത്തൊക്കെ ഈ ഫീഡ് കൊടുക്കാതെ ഇത് കൊമേഴ്സ്യലായിട്ട് ഇതിനെ വളർത്താൻ പറ്റിയല്ല. പാല് വിൽപ്പനയ്ക്ക് വളർത്തുന്നവരെല്ലാം ഈ ഫീഡ് കൊടുത്താലും ആവശ്യത്തിന് പാല് കിട്ടുള്ളൂ, കന്നുകാലി നന്നായിട്ട് നിൽക്കുകയും ചെയ്യുള്ളൂ. കന്നുകാലിക്ക് അത് വളരെ ഇഷ്ടവും അതാണ്. അപ്പൊ ഈ പാലിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കുഴപ്പം ഉണ്ടാകാതിരിക്കുന്ന എന്നാന്ന് വെച്ചാൽ എന്തോ ഇങ്ങനെ കഴിച്ച് ഉണ്ടായതുകൊണ്ടാണ് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഈ സാധാരണ പശുക്കൾക്കാണെങ്കിൽ നമുക്കൊരു വലിപ്പം നോക്കിയിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് ഏതൊക്കെ പ്രായമാണ്, എത്ര മാസമായി എന്നൊക്കെ ചെറുതായിട്ടാണെങ്കിലും മനസ്സിലാവും. പക്ഷെ ഇവരുടെ മനസ്സിലാവില്ല. അപ്പൊ അതെങ്ങനെയാണ്? ചിലതൊക്കെ തീരെ കുള്ളന്മാരാ, അതുകൊണ്ടാ. ഇത് 3 മാസം പ്രായമായതേ ഉള്ളൂ. പക്ഷെ ഇതിനേക്കാൾ കുഞ്ഞാണ് 6 മാസം പ്രായമുള്ള ഇന്ത്യ കാത്തുമ്പി. ഇപ്പം 3 മാസം പ്രായതിനെക്കാട്ടിലും ചെറുതായിരിക്കും. അതെ, അതിനേക്കാളും ചെറുതാ 6 മാസം പ്രായമുള്ളത്. ഈ 3 മാസത്തിന്റെ വലിപ്പം ഇല്ല 6 മാസം പ്രായമുള്ളത്. അത് ചിലതിന് അത് ഈ ക്രോസിംഗ് ഓവർ ജീൻസ് അങ്ങനെ വരുമ്പം ചിലതിന് ഇങ്ങനെ അതിന്റെ ഒരു 80% ഒക്കെ ഈ പൊങ്ങനൂരിന്റെ സ്വഭാവങ്ങൾ. പൊങ്ങനൂർ ലോകത്തിലേക്ക് തന്നെ ഏഷ്യയിലെ തന്നെ പ്രത്യേകിച്ച് ഏറ്റവും ചെറിയ ഈ പൊങ്ങനൂർ പശുക്കളുടെ ഒറിജിൻ എങ്ങനെ, ഈ ക്രോസ് എങ്ങനെയാ വരുന്നത്? ഈ വെച്ചൂര് ഉണ്ടായത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം. മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം വഴി വെച്ചൂര് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായത് കൊണ്ടാണ് അതിനെ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ പൊങ്കനൂർ എന്ന് പറയുന്നത് ചിറ്റൂർ ജില്ലയിലെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പൊങ്കനൂർ എന്ന് പറയുന്നത്. ആ പൊങ്കനൂര് ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കന്നുകാലി ജനുസാണ് ഈ പൊങ്കനൂർ എന്ന പേരിൽ ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ ഏത് സ്ഥലത്തു നിന്നാണോ വന്നത് ആ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഇതിന് ചെനവെക്കുന്നതും അതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുന്നല്ല, ഏത് മാസത്തിലെ വ്യത്യാസം ഉണ്ടോ നാടൻ പശുക്കളിലേക്കാളും? അത് നമ്മൾ ശരിക്കും ഫീഡ് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന പാലും അതിന് കൊടുക്കുന്ന പരിചരണവും കൃത്യമായിട്ട് വരെ ഇളകാനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ
ഇത് മിക്കവാറും ഒരു വയസ്സ് 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക്, ഒരു 14 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ മതിയുടെ ലക്ഷണം കാണിക്കും. ഇപ്പം പിന്നെ ഞങ്ങൾ അത്ര നേരത്തെ ഇതിനെ ഇൻസിമിനേറ്റ് ചെയ്യാറില്ല. അത് മറ്റേ ഒരു അനുഭവം ഇങ്ങനെ ഉള്ളത് കൊണ്ടിട്ടല്ലേ. എന്തൊക്കെ തീറ്റകളാ കൊടുക്കാറ്? സാധാരണ പശുക്കൾ കൊടുക്കുന്ന പുല്ല്. സാധാരണ പുല്ല് മാത്രം. പിന്നെ വേണമെങ്കിൽ ഇവിടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഏതെങ്കിലും ഈ ധാന്യത്തിന്റെ തവിട്, നമ്മള് അരിയുടെയോ ഗോതമ്പിന്റെയോ ചോളോ അങ്ങനെ തവിടുകൾ കൊടുക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്ന സ്വന്തമായിട്ടുള്ള ചികിത്സകളൊക്കെ ഉണ്ടാവും. ആയുർവേദ ചികിത്സ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കുള്ളത് ഞാൻ ചോദിക്കട്ടെ, ആദ്യമേ അധ്യാപകനാണെന്ന് പറഞ്ഞു ആന്റി? ഞാൻ ടീച്ചറായിരുന്നു. അപ്പോ എങ്ങനെയാ ചികിത്സകളൊക്കെ ആരോടെങ്കിലും ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണോ അതോ നേരത്തെ മുതൽ അറിയാവുന്ന പൊടിക്കൈകളൊക്കെ വെച്ചിട്ടാണ്? ഇവർക്ക് അങ്ങനെ വലിയ അസുഖങ്ങളൊന്നും വരാറില്ല. മറ്റു പശുക്കൾ, ഈ ഹൈബ്രിഡ് പശുക്കൾക്ക് വരുന്നത് പോലെയുള്ള അസുഖങ്ങളൊന്നും വരാറില്ല. ഇത് നമ്മുടെ ഈ ചൂടിനെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരിനമാണ്. അതുപോലെ തന്നെ ഉണങ്ങിയ സാധനങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം. ഈ വൈക്കോൽ, ഇപ്പൊ കരിയിലൊക്കെ ആണെങ്കിലും നമ്മൾ വേനൽക്കാണെങ്കിൽ അത് അടിച്ചു കൂട്ടുന്ന കരികൾ കൊടുത്താലും അതും തിന്നും. അങ്ങനെ അതതിന്റെ ഒരു അവിടുത്തെ സാഹചര്യം കൊണ്ടായിരിക്കും. പിന്നെ വെള്ളം വളരെ കുറച്ച് മതി. അതും ചിലപ്പോ അവിടുത്തെ സാഹചര്യം. ഓക്കെ. ഇപ്പൊ ഈ അകത്തേക്ക് പശുക്കളെ കൊണ്ടുപോകുമ്പോ ഉണ്ടല്ലോ, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ചാണകവും മൂത്രവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആന്റിയോട് ആദ്യം ചോദിക്കട്ടെ, ആന്റിക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമേ? അകത്ത് കയറി ഇവര് ചാണകം ഇടാൻ നേരം അത്രയും സമയം നമ്മൾ നിർത്താറില്ല. വാസ്തവം. കേറി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇവരെ വെളിയിൽ ഇറക്കാൻ നോക്കും. അതെ, വേറൊരു കുഴപ്പമില്ല. അമ്മയുണ്ട്. അപ്പൊ ചിലപ്പോ ഈ കട്ടിലൊക്കെ കിടക്കുകയൊക്കെ ആണെങ്കിൽ ഈ കട്ടിലേക്ക് കയറും. അങ്ങനെ ഒരു സ്വഭാവം കൂടെ കാണിക്കും. അതെങ്ങനെ ഇവർക്ക് എനിക്ക് ഇപ്പോഴും കട്ടില ചാടി ഈ മൊസൈക്കും പിന്നെ കൊറേയുടെ ടൈലുവാ. പക്ഷെ അതേ കൂടെ ഒക്കെ ഓടി നടക്കും, തെറ്റി വീഴുകയില്ല. ഇതിലെ നടന്നാൽ പോലും ഈ ടൈലിട്ടപ്പോഴൊക്കെ നമുക്ക് പേടിയായിരുന്നു ഈ പശുക്കൾ തെറ്റി വീഴുവോന്ന്. പക്ഷെ തെറ്റുന്ന പ്രശ്നമില്ല അവര്. എനിക്ക് തോന്നുന്നു പെറ്റ്സിനെ പോലെ തന്നെയാണെന്ന് അങ്ങനെ വളർത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാർ ഇതിനെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇതിനെ കണ്ടിട്ട് ഇതിന്റെ ഒരു വളരെ ക്യൂട്ടാണ്, പിന്നെ വലിയ ജെന്റില അതൊക്കെ, അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെ കൊടുക്കാൻ തോന്നിയില്ല. ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെ എന്താ പറയാ, ഒരു വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അടുത്ത് വന്നിട്ട് അത് ഇപ്പൊ തൊഴുത്ത് മെയിൻറ്റെയിൻ ചെയ്യണ പോലെ ഇരിക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും പശുക്കൾക്കൊരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. പക്ഷെ അതുപോലും കുറവാണ് ഇവർക്ക് തോന്നുന്നത്. അപ്പൊ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുളിപ്പിക്കലും പരിപാടികളൊക്കെ ഇവർക്ക് അങ്ങനെ അധികം കുളിപ്പിക്കണ്ട. ഈ ചാണകം ഇങ്ങനെ ഉറച്ച ചാണകമാണല്ലോ, മറ്റു പശുവിന്റെ പോലെയല്ല. കട്ടയായിട്ട് കൈകൊണ്ട് വേണേൽ എടുക്കാവുന്ന പോലെയുള്ളതാ. അതുകൊണ്ട് തന്നെ അത് മേത്തധികം പറ്റുകയില്ല. ആന്റിക്ക് എളുപ്പമായിരുന്നു. എളുപ്പ ചാണകം വീണാലും വാരി കണ്ട കൈകൊണ്ട് വേണേലും പെറുക്കിയെടുക്കാം. ആദ്യമൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ അകത്ത് കയറ്റുമ്പോഴത്തേനും? അകത്ത് അത്ര അങ്ങനെ കയറ്റാറില്ല കേട്ടോ. ഞങ്ങൾ അതിന് വലിയ പ്രോത്സാഹിപ്പിക്കാറില്ല. അവര് കയറാൻ വന്നെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് കയറിയൊക്കെ ഞങ്ങൾ അന്നേരം അമ്മയൊക്കെ ആണെങ്കിലും അതിൽ നടക്കുന്നുണ്ട്. ചിലപ്പോ തട്ടോ എല്ലാം ചെയ്തെങ്കിലേ കുഞ്ഞന്മാരാണല്ലോ. ഇപ്പൊ അവര് സ്നേഹം കൊണ്ടായിരിക്കും തട്ടുന്നേ. പക്ഷെ അമ്മയ്ക്ക് നടക്കാനുള്ള ശേഷി. ഇപ്പൊ എങ്ങനെ കുട്ടികളായിട്ടൊക്കെ? കുട്ടികളോട് ഭയങ്കര നമ്മളിവിടെ വന്നപ്പോ കണ്ടു മകളുടെ കുട്ടികളാണ് രണ്ടുപേര് ഇവിടെ തന്നെയാണ്. എനിക്കതിന് കണ്ട് പഠിച്ചതായിരിക്കാം. അവർക്ക് ശരിക്കും നല്ല ഇവരോട് അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇവർക്കും ഉണ്ട്. കുഞ്ഞുങ്ങളോട് പോയി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ കുട്ടികളായിട്ടും ഭയങ്കര അടുപ്പവും കാര്യങ്ങളുമാണ്. നമ്മളെ ആദ്യം ഞങ്ങള് ഇത് ശരിക്കും ഈ പുരാണത്തിലെ ഈ ശ്രീകൃഷ്ണന്റെ അടുത്ത് നിൽക്കുന്ന ഒരു കന്നുകാലി കന്നുകാലി ഇനമായത്. അപ്പൊ ഞാൻ ചെറുപ്പത്തിലേക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ തീരെ കുഞ്ഞായിരുന്നു, മുട്ടയിലെഴഞ്ഞു എന്ന് ഇതിന്റെ പാല് കുടിച്ചെന്ന്. ഒരു ചിത്രമാണെന്നാണ് നമ്മൾ ശരിക്കും വിചാരിച്ചത്. ശരിക്കും ഭാവന എന്നുള്ള ഒരു പടമായിട്ട് മാത്രമേ നമ്മൾ അതിനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുടിച്ചാലും ഇവർ അനങ്ങിയല്ല. ഓക്കെ. ഇപ്പൊ ആന്റി ഇങ്ങനെ പറഞ്ഞല്ലോ, നമുക്ക് ഭയങ്കര വിഷമം വന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ സംസാരിക്കും എന്നുള്ളത്. അപ്പൊ ഇവരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ? ഇവരുടെ അടുത്തുനിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ച് അവർക്ക് നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. നമ്മൾ പേര് വിളിച്ചാൽ അന്നേരം ഓടി വരും. അതൊക്കെ നമ്മളോടുള്ള ആ ഒരു സ്നേഹം ആണല്ലോ. അതുപോലെ ഞങ്ങളപ്പുറം പറമ്പിൽ പോയിട്ട് ഈ വണ്ടി വരുമ്പോ വണ്ടിയുടെ ഒച്ച കേട്ടാ അന്നേരം കരഞ്ഞോണ്ട് വരും അല്ലേ. വണ്ടി അങ്ങ് താഴെ വരുമ്പോ ഇവർക്കറിയാം. ആദ്യം ഇവര് എഴുന്നേക്കും.
ഇപ്പൊ അമ്മയെ പരിക്കാതെ കിടക്കുകയാണെങ്കിൽ അമ്മ അറിയുന്ന ഈ കന്നുകാലി കരയുമ്പോഴാണ് അമ്മ അറിയുന്നത് ഞങ്ങൾ വരുന്നുണ്ടെന്ന്. അത് ഇവര് തന്നെയാണ് കരയുന്നത്, ബാക്കിയുള്ളവരൊന്നും അത്ര ഇതില്ല. ഇനിയിപ്പം ഒരുമിച്ച് ഇറക്കി വിട്ടാലും വേറെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. വീടിന്റെ ചുറ്റുവട്ടം വിട്ട് പോകൂല, ഇതിലേക്ക് കൂടി നടക്കുമെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോ എന്താ പറയാ, ഈ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു, ഭയങ്കര രസം തോന്നി, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പൊ ഈ പശുക്കുട്ടികളെ കാണാനും നിങ്ങളെ കാണാനും കൂടിയാണ് വന്നത്. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ. താങ്ക് യു.